ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ കുറേ നാളുകളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് എടുക്കണമെന്നൊക്കെ ആഗ്രഹിക്കുമെങ്കിലും പലപ്പോഴും ഇപ്പോൾ സാധിച്ചിരുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, സർജറി ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയായിരുന്നു. ACL ലിഗമെൻറ്റ് മുട്ടിന് പൊട്ടിയിട്ട്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് നേരെ നിൽക്കാൻ ഞങ്ങൾക്ക് നടക്കാൻ പറ്റുമെന്ന് തോന്നിയ സമയത്താണ് ഞാൻ ഈ ഒന്ന് യാത്ര പോകുന്നത്. ഞങ്ങൾ വേറൊന്നും ഇങ്ങോട്ടല്ല, വയനാട്ടിലോട്ടാണ് പോകുന്നത്. പോകുന്ന വഴിയിലൊരു പ്ലാൻ പൂക്കോട്ട് ലേക്കിലൊന്ന് കയറണമെന്ന് ആഗ്രഹമുണ്ട്. കുറേ നാളുകൾക്ക് മുമ്പ് കയറിയതാണ് ഈ വഴി പോകുമ്പോൾ. അപ്പം ഞങ്ങൾ ഇന്ന് വയനാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾ വിചാരിച്ചെന്നാൽ പൂക്കോട്ട് ലേക്കിൽ നിന്ന് കയറിയേക്കാമെന്ന് വിചാരിച്ചു. മെയിൻ റോഡിൽ നിന്നൊരു ആശ്വാസത്തിന് വേണ്ടിയാണ് കേട്ടോ ഒരു കട്ട് റോഡ് എടുത്തത് പൂക്കോട്ട് ലേക്കിലേക്ക് പോകുന്നത്. പക്ഷേ ഈസി ആയിരുന്നു. ഇതുവഴി അങ്ങനെ വലിയ വണ്ടികളൊന്നും വരാത്തത് കൊണ്ട് തന്നെ ഫാമിലിയായിട്ട് ഒന്ന് സമാധാനത്തിൽ പോകാനൊക്കെ പറ്റും. അങ്ങനെ ഞങ്ങൾ പൂക്കോട്ട് ലേക്കിലേക്ക് എത്താറായി. ഇനി പൂക്കോട്ട് ലേക്കിൽ ചെന്നിട്ട് കാഴ്ചകൾ കാണാം. പൂക്കോട്ട് ലേക്കിൽ അങ്ങനെ വലിയ പ്രത്യേകിച്ച് പുതുമയൊന്നും കാണാനായിട്ട് കഴിഞ്ഞില്ല. ചെടികളും മരങ്ങളും ഫ്രണ്ടിലുള്ള അതൊക്കെ കാഴ്ചകളുള്ളൂ. പിന്നെ ആ കൗണ്ടർ കഴിഞ്ഞ് നമ്മൾ പൈസ കൊടുത്ത് കയറി വന്ന് കൗണ്ടർ ടിക്കറ്റ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കാശ് കൊണ്ടുപോവുക. റേഞ്ച് കിട്ടുന്നത് വളരെ കുറവാണ്. അപ്പോൾ അത് കാരണം പൈസ ഉണ്ടെങ്കിൽ അത് നല്ലതാണെന്നുള്ളൊരു ഓപ്ഷനാണ്. ടിക്കറ്റ് കൗണ്ടറൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്ലേ ഗ്രൗണ്ട് ഏരിയ പോലെ ഉണ്ട്. അവിടെ നമ്മൾ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, മുതിർന്നവരൊന്നും കയറരുതെന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം പ്രായമുള്ള ആളുകളൊക്കെ ചിലപ്പം ഊഞ്ഞാലിൽ നിന്ന് ഇരുന്ന് റെസ്റ്റ് എടുക്കാൻ നോക്കുമ്പോൾ ചിലപ്പോൾ അത് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ വേറൊരു പ്ലേ ഗ്രൗണ്ട് ചെറുത് കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ വേണ്ടിയുണ്ട്. 10 to 15 years ഉള്ള പിള്ളേർക്ക് ആയിരിക്കാം. പക്ഷെ അത് വെൽ മെയിൻറ്റൈൻഡ് അല്ല. ആയിരുന്നെങ്കിൽ കുറച്ച് കൊള്ളായിരുന്നു. നിങ്ങൾ ഇവിടെ വന്ന് പിന്നെ ഫുഡ് കഴിച്ചിട്ടില്ല എന്നുള്ളൊരു വിഷമമൊന്നും വേണ്ട. ഇവിടെ നമുക്ക് ലേക്ക് കഫേ വയനാട് എന്ന് പറയുന്നത് ചെറിയൊരു കഫറ്റീരിയ ഉണ്ട്. ഇവിടെ പ്ലാസ്റ്റിക്കും പേപ്പറും ഒക്കെ ഇടാനുള്ള വേസ്റ്റ് ബിന്നും കാര്യങ്ങളും എല്ലാം നല്ലതായിട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ലല്ലോ. പിന്നെ കുരങ്ങന്മാരുണ്ട്, ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് പാനിപൂരി, മസാല പൂരി എന്ന് വേണ്ട, ബ്രെഡ്, ബട്ടർ, അങ്ങനെ സ്വീറ്റ് കോൺ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കാൻ കിട്ടും. ഇവിടെ പണ്ട് ഐസ്ക്രീം വന്ന് കഴിച്ചൊരു പരിചയമേ ഉള്ളൂ. എന്നിരുന്നാലും നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ലേക്കുള്ളത്. വേറെ എങ്ങോട്ടും പോകണ്ട. പക്ഷേ ഇവിടുത്തെ പ്രൈസസൊക്കെ ഞാൻ പറയാം. എത്രത്തോളമാണ് കൂടിയിരിക്കുന്ന കുറഞ്ഞിരിക്കുന്നതെന്ന് അറിയില്ല. റോബോട്ടിങ് 7 പേരുടെ ബോട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 700 രൂപ 30 മിനിറ്റത്തേക്ക്. 4 പേർക്കുള്ള പെഡൽ ബോട്ടുണ്ട്. ആ 4 പേരുടെ പെഡൽ ബോട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 450 രൂപയാണ്, 20 മിനിറ്റ് ആണ്. പിന്നുള്ളത് 2 പേരുടെ പെഡൽ ബോട്ടാണ്. അത് 20 മിനിറ്റ് 300 രൂപയാണ്. കയാക്കിങ് 2 പേർക്ക് നമുക്ക് ചെയ്യാം ഇവിടെ. ഇപ്പം അത് പുതുതായിട്ട് വന്നതാണെന്ന് തോന്നുന്നു. കയാക്കിങ്ങിനും 20 മിനിറ്റത്തേക്ക് 300 രൂപയാണ് പറയുന്നത്. കുഞ്ഞുങ്ങളെ കൊണ്ട് വന്നാൽ പാടായിരിക്കും. പക്ഷെ എന്നിരുന്നാലും വേറെ ആൾക്കാരുണ്ട് കേട്ടോ, അവർ നമ്മളെ കയറ്റിയിരുത്തി കൊണ്ടുപോവുകയൊക്കെ ചെയ്യും. ഇത് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നെങ്കിൽ നല്ലതായിരുന്നു. വെള്ളം നോക്കുമ്പോൾ പലയിടത്തും പായലൊക്കെ ഉണ്ട്. അപ്പം എത്രത്തോളം വിശ്വസിച്ച് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഗവൺമെൻറ് ഒന്ന് ഏറ്റെടുത്ത് കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പ് ആക്കുമായിരുന്നെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൂറിസം സെക്ടറിൽ ഇതൊരു വിജയം കൂടിയായിരിക്കും. ഇവിടെ ഇത്രേ കാണാൻ പറ്റുള്ളൂ കേട്ടോ, ബോട്ടേ കയറുന്നില്ലെങ്കിൽ. നമുക്ക് അക്വേറിയം ഒന്ന് കാണാം. ഗോൾഡ് ഫിഷ് ഗൗരാമി എന്നൊക്കെ എഴുതി ചെയ്യുന്നത്. പക്ഷേ ഗൗരാമിയൊക്കെ വളരെ ചെറുതാണ്. കേട്ടോ ഗോൾഡ് ഫിഷ് ഒരു രസമുണ്ട് കാണാൻ. ഇങ്ങോട്ട് വരുമ്പോൾ സിൽവർ അറോവണ, പക്ഷേ എൻ്റെ പേരല്ല കേട്ടോ. പിന്നെ നേരത്തെ ഞാൻ ഇവിടെ വന്നപ്പോൾ ടൈഗർ, ഇത് ടൈഗർ ബാർബ് എന്ന് പറയുന്ന മീന കേട്ടോ. ഡിസൈനൊക്കെ കൊള്ളാം. ആരാണോ ഈ മീനൊക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്തതെന്നുള്ളത്. പിന്നെ ഇങ്ങനെ വരുമ്പോൾ ജൈൻറ്റ് ഗൗരാമയുണ്ട്. ഇത് പക്ഷേ ഭയങ്കര രസമുണ്ട്. ജൈൻറ്റ് ഗൗരാമ കൈ വെച്ചോട്ടോ. ഡാൻസ് കളിക്കണം ഡാൻസ് കളിക്കണം. പട്ടിണിക്ക് കിടക്കാൻ തോന്നുന്നു. എന്തോ കണ്ടിട്ട് ചെയ്യുന്നത്. ഫ്ലവർ ഹോൺ പണ്ട് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതിനകത്തിൽ ഞങ്ങൾ നേരത്തെ വന്ന സമയത്ത് ഇതിനകത്ത് നല്ലായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ വേറെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ സാധനങ്ങൾ. റെഡ് ജുവൽ കിക്കിലുണ്ട്. എന്തോ പേരാണ്, എനിക്ക് ആ പേര് പറഞ്ഞാൽ കറക്റ്റാണെന്ന് അറിയില്ല. നമുക്ക് നോക്കാം. നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ പേരൊന്നിട്ടേരെ. 2 മീനുകൾ 2 മീനുകൾ പതിഞ്ഞിരിക്കുന്നു. എന്താണ് പരിപാടി? ഇത് മറ്റേ ബ്ലഡ് പാരറ്റ് എന്ന് പറയുന്ന മീനാണ് പേര് കൊടുത്തേക്കുന്നത്. അറിയില്ല. ബ്ലഡ് പാരറ്റ് തായ്വാനിലാണ് കാണപ്പെടുന്നത്. ശുദ്ധജല മത്സ്യമാണ് കേട്ടോ. ഓസ്കാർ ആയിരുന്നു കഴിഞ്ഞ വട്ടം ഞങ്ങൾ വന്നപ്പോൾ അവിടെ ഫ്രണ്ടിലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അത് ഇങ്ങോട്ട് മാറ്റിയതോ ഇങ്ങനത്തുള്ള മരിച്ചു ചത്തുപോലത്തെ ചെയ്യുന്നുണ്ടോ.
സൈലൻ്റായിട്ട് രാജാവിന് വിഷറി വീശി കൊടുക്കുന്ന പോലെ വീശി നിൽക്കുക. ഒരുത്തൻ പൂണ്ട് വിളയാടി യാത്ര ചെയ്യുന്നു. ഇതിൻ്റെ ഈ മീൻ ഇങ്ങനെ തന്നെയാണോ അതോ ഇതൊക്കെ പക്ഷെ കുറച്ച് വൃത്തിക്ക് പണിയായിരുന്നു കൊള്ളായിരുന്നു അല്ലേ? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിഷറീസ് അക്വേറിയം, ഫിഷറീസ് വർക്ക് അക്വേറിയം എന്ന് പറഞ്ഞിട്ടാണ്. ഞങ്ങളിങ്ങോട്ട് നടന്നു വന്നപ്പം കണ്ടായിരുന്നു അപ്പുറത്ത് ഫിഷറീസ് അക്വേറിയം എന്ന് വിചാരിച്ചു. പക്ഷെ ഇതാണെന്ന് ഞാൻ ഇപ്പോഴാണ് കേട്ടോ മനസ്സിലാക്കണം. പക്ഷെ ഇതൊക്കെ കുറച്ച് വൃത്തിക്ക് പണിയായിരുന്നേ നല്ലതായിരുന്നു അല്ലേ? ആ കുറച്ചൊക്കെ വൃത്തിക്ക് 10 രൂപ ഒരാൾക്ക് 5 രൂപ ഉള്ളു കയറാനെങ്കിൽ പോലും. പക്ഷെ ഗവൺമെൻറ്റൊക്കെ ഇത് നോക്കി ഒന്ന് വർക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പക്ഷെ എന്തിനാണ് ഇവരിങ്ങനെ പണിതെന്ന് അറിയത്തില്ല. എനിക്കറിയാം ടാങ്ക് വെക്കാൻ വല്ല പണിതായിരിക്കും. ചെറിയ ചെറിയ മീനുകളെ ഇടാനൊക്കെ ആയിരിക്കും. ഇതൊക്കെ നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഒത്തിരി അധികം ആളുകൾ വരാനും കാണാനും ഇതിനകത്തുള്ള മീനുകളോ അല്ലെങ്കിൽ ഒരു ഫൗണ്ടനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ചെയ്യുകയാണെങ്കിൽ. അറിയില്ല, ചിലപ്പോൾ ബഡ്ജറ്റിൻ്റെ ഇഷ്യൂസ് ആയിരിക്കും. വിഷാദമോഹനായിട്ട് കണ്ടോ, ഇതുപോലും കാണാൻ താല്പര്യമില്ലാതെ തന്നെ അവിടെ മതിലേ കുത്തിയിരിക്കുന്നത് കണ്ടോ. മങ്കി വെറുതെ അല്ലേ മങ്കി എന്ന് വിളിക്കുന്നത്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇവിടെ ഒരു പുതിയ ഫിഷ് സ്പാ വന്നിട്ടുള്ളത്. 30 മിനിറ്റ്സിന് 70 റുപ്പീസാണ്. നിങ്ങളും പോകുമ്പോൾ ഇത് ട്രൈ ചെയ്യുക കേട്ടോ. പശ്ചിമേഷ്യൻ പ്രദേശങ്ങളിലെ നദികൾ, അരുവികൾ, കുളങ്ങൾ, തടാകങ്ങൾ എന്നിവയിൽ നിന്നുള്ള ചെറിയ ഇനം സ്വൈപ്രനറ്റ് മത്സ്യമാണ് ഗാരറോഫ എന്നറിയപ്പെടുന്ന റെഡ് ഗാര. നമ്മൾ ആക്ച്വലി ഡോക്ടർ ഫിഷ് എന്നും നിബിൾ ഫിഷ് എന്നും വിളിക്കാറുണ്ട്. കാലിലുള്ള ഡെഡ് സ്കിൻസ് എടുത്തിട്ട് നമ്മുടെ കാല് ക്ലിയർ ആക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. കുറച്ച് റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇത് നമ്മുടെ ഹെൽത്തിന് ഇഷ്യൂസ് ഉണ്ടാക്കും എന്നാണ് കാണുന്നത്. നമ്മളിവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇനി പുറത്ത് ജംഗിൾ ബുക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിരുന്നു. അവിടെ കൂടെ ഒന്ന് കയറിയിട്ട് അവിടുത്തെ വീഡിയോ കൂടെ കാണിക്കാം കേട്ടോ. ജംഗിൾ ബുക്ക് ബേർഡ്സ് ആൻഡ് ആനിമൽസ് പാർക്ക്. നല്ല ഡിസൈനാണ് കേട്ടോ. മരമൊക്കെ ഇങ്ങനെ വെച്ചിട്ട്. നമുക്ക് അഡൽട്ട്സിന് 60 ആണ്, ചിൽഡ്രൻ 40, 3 to 10 ഇയർ ആണെങ്കിൽ 40 അല്ലേ? ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ഓസ്ട്രിച്ച് അല്ലേ? ഓസ്ട്രിച്ച് ഒറിജിൻ ആഫ്രിക്കൻ, ലൈഫ് സ്പാൻ 30 to 40 ഇയേഴ്സ് ആണ്. അതിൻ്റെ പേരെന്താ? റോക്കിയോ? റോക്കി. ആ റോക്കി തിരിഞ്ഞു നോക്കി. കുത്തല്ലേ റോക്കി. ജംഗിൾ ബുക്ക്, വയനാട് ഫസ്റ്റ് എക്സോട്ടിക് ബേർഡ്സ് പാർക്ക്. റോക്കി നല്ല സ്പീഡിൽ നടന്നു വരുന്നുണ്ട് ബാക്കിൽ. ഇതൊക്കെ ഇപ്പോൾ ഡെവലപ്പായി വരുന്നതല്ലേ? 1 ഇയർ ആവുന്നു. അയ്യോ താഴെ ഞാൻ ഫിഷ് ഫീഡ് ചെയ്യാൻ പോട്ടോ. ഞാൻ കുളിക്കേണ്ടി വരുമോ? കോഴിക്കാർപ്പ് മസ്റ്റ് വിസിറ്റ് ആണ് കേട്ടോ. ഇതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസാണ് കൊടുക്കുകയാണെങ്കിൽ. ഇത് വയനാട് എക്സോട്ടിക് സ്റ്റേഷൻ, ബേർഡ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. വയനാട് ബേർഡ് പാർക്ക്, ജംഗിൾ ബുക്ക്. നമുക്കൊന്ന് കയറി നോക്കാം. എങ്ങനെയാണെന്നറിയില്ല. ഇതൊക്കെ ഒരു 1.5 ഇയേഴ്സ് അടുത്തേ ആയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇനി ഇത് ഡെവലപ്പ് ആക്കാനായിട്ട് ഉണ്ടാവും. ഉള്ളത് വെച്ച് നല്ല അടിപൊളിയാണ്. ഇതിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ലക്ഷി ചെറിയൊരു ഇടനാഴിയാണ് ഇങ്ങനെ. നമുക്കിങ്ങനെ നടന്നു പോകുമ്പോൾ നൈസ് എക്സ്പീരിയൻസ്. ഇവിടെ ഒരു നോട്ട് വെച്ചിട്ടുണ്ട്, റെസ്പെക്റ്റഡ് കസ്റ്റമേഴ്സ്, ജംഗിൾ ബുക്ക് ഡൂസ് ആൻഡ് ഡോൺസ്. ഇത്തരം കാര്യങ്ങളാണ്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മൃഗങ്ങൾക്കും
മനുഷ്യർക്കൊന്നും ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റും. ഓക്കെ, നോ എൻട്രി ആൻഡ് ചെറിയൊരു ഗോൾഡൻ ഫീസ് ആൻഡ് സിൽവർ ഫീസ് ഉണ്ടോ? ആ, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കണ്ടു കേട്ടോ. ഇത് ലേഡി ലെസൺ യെല്ലോ ഗോൾഡൻ ഫീസ്. കൊള്ളാം കേട്ടോ, അടിപൊളി കീച്ച് സാധനങ്ങൾ, വെറൈറ്റി സാധനങ്ങൾ. ആഹാ, വൈറ്റ് റാറ്റ് ഒറിജിൻ ഏഷ്യ. നമ്മുടെ അവിടെയൊക്കെ എന്തോ അല്ലേ എലിയൊക്കെ. ഹാംസ്റ്റർ എന്ത് ചെയ്യുക? ഹാംസ്റ്റർ എനിക്ക് തോന്നുന്നു അതിനകത്താണോ പാട്ട് കിടക്കുക. കാരണം എന്തോ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക. ഷുഗർ ഗ്ലൈഡർ, പഞ്ചസാര ഗ്ലൈഡർ, പഞ്ചസാര തപ്പിക്കൊണ്ട് പോകുന്നത് അതിനകത്ത് കിടക്കുമെന്ന് തോന്നുന്നു കേട്ടോ. പഴമൊന്നും വെച്ചിട്ടവന് വേണ്ട. ഇത് മംഗോളിയൻ ഗർബിൽ ഒറിജിൻ ആഫ്രിക്ക. ഉണ്ടോ എലി അതന്നെ. ഓ, ഇത് ചെറിയ എലി. ഇത് വെച്ചിട്ട് കണ്ടുപിടുത്തങ്ങൾ നടത്താം. എഴുതിയിരിക്കുന്നതാണ്. പ്രാർത്ഥിക്കുവാന്ന് തോന്നുന്നു. എന്തൊരു ബോറിംഗ് ആയിരിക്കും അല്ലേ അവർക്കൊക്കെ കണ്ടെടുക്കാൻ. ഇതിനകത്തൊന്നും ഇല്ല, തടിയും ഇതൊക്കെയാണ്. ഇത് ഇഗ്വാന കേട്ടോ. ഇത് ഇഗ്വാന കണ്ടായിരുന്നോ? ഇത് ഇഗ്വാനയാന്ന് തോന്നുന്നു കേട്ടോ. ആ, ഒരു വലിയ ഇത് മറ്റേ മുള്ളമ്പന്നി. എനിക്കറിയത്തില്ല, അതെന്ന് തോന്നുന്നു. ഇത് കോഴി. ഏഷ്യൻ ഓസ്ട്രേലിയൻ ബട്ടൺ കോയിൽ. എന്താ കളർഫുൾ കോഴിയാണ് ഇരിക്കുന്നത്. സിൽവർ ഫീസൻ്റ്. ഫെസൻ്റ് എന്നാണോ ഫീസൻ്റ് എന്നാണോ പറയുന്ന അറിയത്തില്ല. ചൈനയാണ് ഇതിൻ്റെ ഒറിജിൻ കേട്ടോ. ഇതിൻ്റെ പേരുണ്ട് സിൽവർ. ഇതിനകത്തിലൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. അത് ഉണ്ടോ? ആ, ഉണ്ട്. അവിടെ ഒരു ചെറിയ കോഴി ഇരിക്കുന്നുണ്ടോ? കാണാൻ പറ്റുന്നത് ഇതിനകത്തിലുണ്ട് കേട്ടോ. ഇതിൻ്റെ പേരെന്താ? ഫെസൻ്റ് എന്നാന്ന് തോന്നിട്ടോ. നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഒറിജിൻ ചൈന. പിന്നെ കുമാരി ഡോഗ്. പണ്ട് നിങ്ങൾക്ക് അറിയാവുന്നൊരു പുള്ളിക്കൊരു സ്റ്റേജിൽ ചെന്നപ്പം കുമാരി അഞ്ജു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്ത്യനാണ്. ലൈഫ് സ്പാൻ ഇതിൻ്റെ 15 വർഷം തൊട്ട് 25 വർഷം വരെയാണ്. ഇതാണ് കുമാരിയെ കണ്ടോ? നല്ല കുമാരി അല്ലേ? ആ, അടിപൊളി. ഇതാണ് ലവ് ബേർഡ്സ്. ആഫ്രിക്ക കേട്ടോ ഒറിജിൻ ലവ് ബേർഡ്സ്. ഇത് നല്ല കേട്ടോ, അടിപൊളിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ജാവാ സ്പാരോ. ഇതാണ് കേട്ടോ ജാവാ സ്പാരോ. പറന്നുപോയി. ഓ, ജാവാ സ്പാരോ പറന്നുപോയി. ഇത് ബഡ്ഗർ ഓസ്ട്രേലിയ കേട്ടോ. ഓസ്ട്രേലിയ 5 to 8 years ആണ്. ഇതിൻ്റെ പേരറിയത്തില്ല, പക്ഷേ ഇവിടെ ആരുണ്ട്. ആ, ചുമലത്തത്തുണ്ട്. ഇത് പച്ചത്തത്ത. ആ, ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പേര് ചാറ്ററിങ് ലൗറി എന്ന് പറഞ്ഞിട്ടാണ്. ഇന്തോനേഷ്യക്കാരെയാണ് പാവം. നമ്മളൊക്കെ രാജ്യം വിടാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ ഇവിടെ. ഇതിൻ്റെ പേര് സെനിഗൽ പാരറ്റ് എന്നാണ്. ആഫ്രിക്കയാണ് ഇതിൻ്റെ. വേറെ ഒന്നുകൂടെ ഉണ്ട് കേട്ടോ. അടിപൊളി സാധനം. ഇവിടെ നിന്നൊന്നും ഞാൻ കാണുന്നില്ല. ഡയമണ്ട് ഡോവ്. ഗെൻഡെ കൊണ്ണൂർ. എന്താണെന്ന് തോന്നുന്നു കേട്ടോ. ബ്രസീലിയനാണ്.
കോക്ടെയിൽ ഓസ്ട്രേലിയ ഒറിജിൻ. പക്ഷേ കോക്ടെയിലിന് വെറും തടി മാത്രമേ ഉള്ളൂ. ആയി വരുന്നുള്ളൂ, എല്ലാം ശരിയാവും. ഫാൻറ്റെയിൽ പീജിയൻ, റോക്ക് പീജിയൻ, ഹ്യൂമർ പീജിയൻ, ഹിറാസ് പീജിയൻ, മുത്തീന പീജിയൻ, മുഗി പീജിയനോ. ഇത് മിനിയേച്ചർ കൗ. ഹായ്. ഇതിട്ട് ബീറ്റൽ ഗോട്ട് എന്ന് പറയാം കേട്ടോ. പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ വേറെ ഉണ്ട്, ഓസ്ട്രിച്ച് ഉണ്ട് താഴെ. അതെ, ഇതിന് ഓസ്ട്രിച്ച് തന്നെ ആയിരിക്കും. അതിനകത്ത് ഇത് എമുവിൻ്റെ ആയിരുന്നു. എമുവിനെ എനിക്കൊന്ന് താഴെ കൊണ്ടുവന്നു. ഇത് ഹോഴ്സ്, സ്മോൾ ഹോഴ്സ്, ബ്രീഡ് നെയിം പോണി. ഓടി നടക്കുക. ഒട്ടകം, ഹോഴ്സ്, ഒട്ടകത്തെ കണ്ടോ, ഹോഴ്സ് തിരിഞ്ഞിരിക്കുന്നുണ്ട്. ബ്രീഡ് നെയിം കത്തിവാരിയാണ് കേട്ടോ. ലക്കി എന്ന് കേട്ടോ എൻ്റെ പേര്. ലക്കി തലയും കുത്തി കിടക്കുന്നുണ്ടോ പട്ടി? ലാബ്രഡോർ റിട്രീവർ, നല്ല സ്നേഹമുള്ള പട്ടിയാണ്. ഇതാണ് പേർഷ്യൻ ക്യാറ്റ് ഗ്രേ എന്ന് ഇട്ടേക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി കേട്ടോടാ. ഗ്രേ ഉണ്ട് അതിനകത്ത്, അങ്ങനത്തുണ്ട്. ഇതൊക്കെ മറ്റേ മുയലിനത്തിൽ പെട്ടതെന്ന് തോന്നുന്നു കേട്ടോ, എനിക്കറിയില്ല. നമുക്ക് കറക്റ്റായിട്ട് ഒന്ന് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ ആണോ? ചാടി പോകണം. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. അടുത്തൊരു വട്ടം വരുമ്പോൾ പുതിയ മൃഗങ്ങളൊക്കെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോകാം കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.